ഹായ് ഹലോ. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ബീട്രൂട്ടിൻ്റെ നമ്മൾ സാധാരണ കുക്ക് ചെയ്യാനാണല്ലോ ബീട്രൂട്ട് ഉപയോഗിക്കുക. അപ്പോൾ അതല്ലാണ്ടുള്ളൊരു നമുക്ക് നമ്മുടെ സ്കിന്നിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ അതിനു മുമ്പ് നമ്മൾ വീഡിയോ കാണുന്നതിന് മുമ്പ് നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ വേറെ വീഡിയോസൊക്കെ കണ്ടു നോക്കുക. വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ബെല്ലൈക്കൺ നോട്ടിഫിക്കേഷനൊക്കെ എനബിൾ ആക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ 2 ബീട്രൂട്ടാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ഞാൻ ചെറിയ ബീട്രൂട്ടാട്ടോ എടുത്തിരിക്കുന്നത്. അത് ഇപ്പോൾ 2 കട്ട് ചെയ്ത് ചെറിയ പീസസ് ആയിട്ട്, ഇപ്പോൾ നമുക്ക് ഒരുമാതിരി തീരെ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇല്ലയെന്ന് വെച്ചാൽ നമുക്ക് ഏത് ടൈപ്പാണ് നമുക്ക് മിക്സിയിലിട്ട് ഗ്രൈൻഡ് ചെയ്യാൻ പറ്റണം. ആ ഒരു കൺസിസ്റ്റൻസിയിലെ രീതിയിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇത് ഗ്രൈൻഡ് ചെയ്യാനായിട്ടൊരു 1/4 ഗ്ലാസ് വെള്ളം ചേർക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല, എന്നാലും അത്രയും തിക്നെസ്സിൽ കിട്ടിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഞാൻ 1/4 ഗ്ലാസ് വെള്ളം കൂടി ആഡ് ചെയ്തിട്ടാണ് ഗ്രൈൻഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിത് ചെയ്യുന്നതിന് മുമ്പ് ഫസ്റ്റ് തന്നെ ബീട്രൂട്ടിനെ പീൽ ഓഫ് ചെയ്തെടുക്കുക. ഫുള്ളായിട്ട് അതിൻ്റെ ആ സ്കിന്നൊക്കെ റിമൂവ് ചെയ്തെടുക്കുക. ഞാൻ ഇതിന് ഒന്നും കൂടെ ചെറിയതായിട്ട് കട്ട് ചെയ്തു കേട്ടോ ഗ്രൈൻഡ് ചെയ്തപ്പോൾ. അത് ഞാൻ ഇതിനകത്ത് വീഡിയോയിൽ ചേർത്തിട്ടില്ല. അപ്പോൾ ഗ്രൈൻഡ് ചെയ്തപ്പോൾ കുറച്ച് നന്നായിട്ട് അരയാണ്ട് വന്നു. അപ്പോൾ അതാണ് ഞാൻ കുറച്ചും കൂടെ ചെറിയ പീസാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ചെറുതാക്കി കട്ട് ചെയ്ത് വയ്ക്കുക. ഇനി നമുക്ക് ഗ്രൈൻഡ് ചെയ്തതിന് ശേഷം അത് ആക്കണ്ടോ. ഞാനിപ്പോൾ 2 ബീട്രൂട്ട് എടുത്തു. അത് ഫുൾ ആ ബൗൾ നിറച്ച് ഉണ്ട്. അപ്പോൾ ആ രീതിയിൽ ഞാൻ 1/4 ഗ്ലാസ് വെള്ളമാണ് അത് ആഡ് ചെയ്തിട്ടുള്ളൂ. ശരിക്കും വെള്ളം ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല, എന്നാലും കുറച്ച് കണ്ടൻറ്റ് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തത്. അപ്പോൾ ഇത്രയും ക്വാണ്ടിറ്റിയിലാണ് അതിരിക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടെ വലിയ ബൗളിലാണെങ്കിൽ കുറച്ചും കൂടെ ക്വാണ്ടിറ്റി എടുക്കാം. ഇനി നമുക്കിത് അരിച്ച് ഇതിനകത്തുള്ള ബാക്കിയുള്ള ആ കണ്ടൻ്റ് എല്ലാം മാറ്റിയിട്ട് ലിക്വിഡ് ഫോമിലാക്കാം. അപ്പോൾ അത് നന്നായിട്ട് ഫിൽറ്റർ ചെയ്തെടുക്കാം. അപ്പോൾ ബീട്രൂട്ടിൻ്റെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് ഞാൻ എക്സ്ട്രാ എടുത്ത് പറയേണ്ട കാര്യമൊന്നുമില്ല, എല്ലാവർക്കും അറിയാവുന്നതാണ്. ബീട്രൂട്ട് ശരിക്കും നമ്മൾ ഫുഡിൽ ഉപയോഗിക്കുമ്പോൾ തന്നെ നമ്മുടെ ഒരു സ്കിൻ ടോണൊക്കെ വ്യത്യാസം വരും അതിനനുസരിച്ചിട്ട്. അതുപോലെ തന്നെ നമുക്ക് ഫേസ് പാക്കായിട്ടും അല്ലെങ്കിൽ വേറെ ഒത്തിരി യൂസ്ഫുള്ളായിട്ടുള്ള ബെനിഫിറ്റ്സ് നമുക്ക് പുറമേ ഉണ്ട്. അതുപോലെ തന്നെ ഫുഡായിട്ട് നമ്മൾ ഫുഡിനകത്ത് ഇൻടേക്ക് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ ഭയങ്കര യൂസാണ്. നാച്ചുറലായിട്ടുള്ള ലിപ് ബാമാണ് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആദ്യം വീഡിയോയിൽ അത് പറഞ്ഞില്ലായിരുന്നു. അപ്പോൾ നമ്മൾ നാച്ചുറൽ ലിപ് ബാം വേറെ ഒരു കെമിക്കൽ കണ്ടൻറ്റും യൂസ് ചെയ്യാതെ നാച്ചുറലായിട്ട് തന്നെ ഉണ്ടാക്കുന്ന ലിപ് ബാമാണ്. അപ്പോൾ ചെറിയ കുട്ടികൾക്ക് വരെ നമുക്കിത് ഇഷ്ടംപോലെ വാരിക്കോരി അവർക്ക് കൊടുക്കാം. അപ്പോൾ അതുപോലത്തെ ഒരു സിമ്പിളായിട്ടുള്ള ലിപ് ബാമാണ്. അപ്പോൾ നമുക്ക് ഈ മഞ്ഞുകാലത്ത് എസ്പെഷ്യലി നമ്മൾ ഈ ഒരു ക്ലൈമറ്റിൽ എപ്പോഴും നമ്മുടെ സ്കിന്നാണെങ്കിലും ചുണ്ടാണെങ്കിലും ഒക്കെ ഡ്രൈ ആയിട്ടിരിക്കുന്ന ടൈമാണ്. അപ്പോൾ ആ സമയത്ത് ഇപ്പോൾ കുട്ടികളുടെ ആണെങ്കിലും അവർക്ക് യൂസ് ചെയ്യാനായിട്ടൊക്കെ ഇത് നമുക്ക് കൊടുക്കാം. അപ്പോൾ ഞാനിത് ആ ഒരു കണ്ടൻറ്റ് ഫുള്ള് അരിപ്പയിലേക്ക് ഇട്ടിട്ട് ശരിക്കും അത് ഫിൽറ്റർ ചെയ്തെടുക്കുവാണ്. അപ്പോൾ അത് സ്പൂൺ വെച്ചിട്ട് നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ലിക്വിഡ് മാത്രം നമുക്ക് താഴത്തേക്ക് വന്ന് കിട്ടും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞാൽ നമ്മൾ ഫ്രിഡ്ജിലൊക്കെ ഇരിക്കുന്ന അല്ലെങ്കിൽ പുറത്ത് വെച്ചേക്കുന്നതൊക്കെ ഡ്രൈ ആയിട്ടുള്ള കുറേ ദിവസമായ ഇപ്പോൾ ബീട്രൂട്ടൊക്കെ നമ്മൾ കറിക്ക് ഉപയോഗിക്കുന്ന ബീട്രൂട്ട് തന്നെ എടുക്കണമെന്നില്ല, കുറേ ദിവസമായ ബീട്രൂട്ട് കുറച്ച് പുറമേ ഇച്ചിരി ഉണങ്ങിയ ബീട്രൂട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമുക്ക് കറിയിൽ ഉപയോഗിക്കാൻ മടിയായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അങ്ങനെ എടുക്കുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ നല്ല കളറുള്ളത് നോക്കി എടുക്കുക. നല്ല കളറുള്ള കുറച്ച് ഡാർക്ക് കളറുള്ള ബീട്രൂട്ട് നോക്കി എടുക്കുക. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാനായിട്ട് സ്കിന്നിന് ഏറ്റവും നല്ല ഒരു ഇൻഗ്രീഡിയൻ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്, നമ്മുടെ സ്വന്തം കറ്റാർവാഴ. അപ്പോൾ കറ്റാർവാഴ ഇങ്ങനെ എളുപ്പത്തിൽ പീൽ ഓഫ് ചെയ്തെടുക്കാം. അപ്പോൾ മുഴുവനായിട്ട് പീൽ ഓഫ് ചെയ്തെടുക്കുന്നേക്കാൾ നല്ലത് ഇതുപോലെ ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് അതിൽ നിന്ന് ആ മുകളിലത്തെ ആ ഒരു ഭാഗം റിമൂവ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഇത് പീൽ ഓഫ് ചെയ്തെടുക്കാൻ പറ്റും. നിങ്ങൾക്കറിയാലോ കറ്റാർവാഴ ശരിക്കും നമുക്ക് ഹെയറിന് മാത്രമല്ല സ്കിന്നും വളരെ നല്ലതാണ്. സ്കിന്നിന് ആ ഒരു സോഫ്റ്റ്നെസ് കിട്ടാനും വേറെ റാഷസും കാര്യങ്ങളൊക്കെ അലർജി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കാനും ഇതുപോലെ ഇപ്പോൾ ഈവൻ പിമ്പിൾസ് വരാതിരിക്കാൻ കൂടി നമുക്ക് വേറെ ഉള്ള കണ്ടൻറ്റും കൂടെ കൂട്ടി മിക്സ് ചെയ്ത് നമ്മളിത് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ ഒരു അലോവേര യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലപോലെ അലോവേര വീട്ടിലുള്ളവർ ഇടയ്ക്ക് അലോവേര ഇതുപോലെ തന്നെ ജെല്ല് ഫോമിലാക്കിയിട്ട് ഗ്രൈൻഡ് ചെയ്ത് ആ ഒരു ലിക്വിഡ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്ക് വാഷ് ചെയ്ത് ഫേസിൽ വാഷ് ചെയ്യുകയോ സ്ക്രബ് ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഫേസിനത് വളരെ നല്ലതാണ്. അപ്പോൾ അതാണ്ട് നമ്മൾ പീൽ ഓഫ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അത്യാവശ്യം ഒരു കറ്റാർവാഴ എടുത്തിട്ടുള്ളൂ കേട്ടോ. അതിൽ ലാസ്റ്റത്തെ ആ എൻഡ് പോയിൻറ്റ് നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു, അത് വേണ്ട. ബാക്കിയുള്ള വലിയ പീസസ് മാത്രമേ നമ്മൾ എടുത്തുള്ളൂ. നമുക്ക് വളരെ കുറച്ച് മതി, 1-2 സ്പൂൺ മതി.
അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്ന ഈ കറ്റാർവാഴയുടെ പീസസും ഇതുപോലെ തന്നെ നമുക്ക് ഒന്ന് എക്സ്ട്രാക്റ്റ് എടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ഗ്രൈൻഡ് ചെയ്തിട്ട് ആ ഗ്രൈൻഡ് ചെയ്തതിന് ഒന്ന് ഫിൽറ്റർ ചെയ്തെടുത്ത് അതിൻ്റെ എക്സ്ട്രാക്റ്റ് കുറച്ച് ഒരു 2-3 സ്പൂൺ മതി നമുക്ക് ഇതിനകത്ത് ജസ്റ്റ് ആഡ് ചെയ്യാനായിട്ട് മാത്രം. അതിന് വേണ്ടി മാത്രം. ഇതിപ്പോൾ അരിച്ച് കഴിഞ്ഞാൽ അത്രേ ഉണ്ടാവുള്ളൂ. അതിലെ ബാക്കിയുള്ള ഇപ്പോൾ ചെറിയൊരു അരിപ്പായതുകൊണ്ട് അത്രയും കിട്ടുകയില്ല കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ എക്സ്ട്രാക്റ്റ് മാക്സിമം കുറച്ച് മുകളിൽ നിന്ന് കൂടെ എടുക്കുന്നുണ്ട്. അല്ല അത്ര അരിച്ചിട്ട് കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ കുറച്ച് മുകളിൽ നിന്ന് ഇങ്ങനെ ആ ഒരു സ്കിന്നൊക്കെ കളഞ്ഞിട്ട് ആ ലീഫിൻ്റെ ആ ഭാഗം കളഞ്ഞിട്ട് കുറച്ച് മുകളിൽ നിന്ന് ആ ഒരു പത പോലത്തെ ആ ഫോം മാത്രം എടുത്ത് ഞാൻ അതിനകത്തേക്ക് ഇട്ടു കേട്ടോ. അങ്ങനെ ചെയ്താലും മതി. അപ്പോൾ നമുക്ക് ആ ഒരു കണ്ടൻറ്റ് കിട്ടും. പക്ഷേ അലോവേര നമുക്ക് ആദ്യമേ ഇതിനകത്തേക്ക് ഒഴിച്ച് കൊടുക്കണ്ട. നമ്മൾ അപ്പോൾ ഒരു ചീനച്ചട്ടി എടുത്തിട്ട് അല്ലെങ്കിൽ പാനോ എന്തെങ്കിലും എടുത്തിട്ട് നമ്മളിപ്പോൾ എടുത്ത് വെച്ചിരിക്കുന്ന ആ ലിക്വിഡ് ഫോമിലുള്ള ആ ബീട്രൂട്ടിൻ്റെ എസൻസ് നമ്മൾ ഒഴിച്ചു കൊടുക്കുവാണ് ശരിക്കും. എന്നിട്ട് അത് നന്നായിട്ട് തിളപ്പിച്ചിട്ട് ഒന്ന് സിമ്മിലിട്ടേക്കുക. തീ കുറച്ചിട്ടിട്ട് ശരിക്കും ഇളക്കി കൊടുക്കുക. അതൊന്ന് കുറുകി ഒന്ന് ഒരു എന്താ പറയുക ഒരു കുഴമ്പ് രൂപത്തിലാവുന്നവരെ കുറുകി ലാസ്റ്റ് ഞാൻ ആദ്യം തീ കൂട്ടിയിട്ടിട്ട് കുറച്ച് ഒന്ന് തിളച്ച് പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ കുറച്ച് തീ കുറച്ചിട്ട് ചെയ്യുക. അപ്പോൾ അധികം പെട്ടെന്ന് വറ്റിപ്പോവില്ല. അപ്പോൾ ഞാൻ കുറച്ച് ഒന്ന് ഇതായി പോയിട്ടുണ്ട്. എന്നാലും ബാക്കി ഭാഗം കണ്ടന്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പക്ഷേ അത്രയും കുറച്ചാണ് നമുക്ക് കിട്ടിയെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. കാരണം എന്താ വെച്ചാൽ നമ്മുടെ കയ്യിൽ അലോവേര ജെല്ലും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് നമ്മളപ്പോൾ. അപ്പോൾ ഒരു അത്യാവശ്യം കണ്ടന്റ് നമുക്ക് കിട്ടും. പിന്നെ ഞാനിത് ചെയ്തപ്പോൾ ആദ്യമേ ഞാൻ ഇത് സ്റ്റവിൽ വെച്ചപ്പോഴേ കറ്റാർവാഴ ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. കാരണം അത് തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു എസൻസ് അത്ര വേണ്ട പോലെ നമുക്ക് അതിൻ്റെ യൂസ്ഫുൾ ആവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ലാസ്റ്റ് ഇത് അത്യാവശ്യം അത് ഒന്ന് എന്താ പറയുക ലിക്വിഡ് ഫോമിൽ നിന്ന് മാറി കുറച്ച് ഡ്രൈ ആയി കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഈ കറ്റാർവാഴയുടെ ജെല്ല് കുറച്ച് ജെല്ലെന്ന് പറയാൻ പറ്റില്ല, ലിക്വിഡായിട്ട് ഉള്ള കറ്റാർവാഴ എസൻസ് കുറച്ച് ഒരു 2-3 സ്പൂൺ മാക്സിമം 3 സ്പൂൺ മതിയാവും. അത്ര ഒഴിച്ചു കൊടുക്കുക. ഈ ഒരു എമൗണ്ടിന് അല്ലെങ്കിൽ ഈ ഒരു കണ്ടൻറ്റിന് അത്രയും മതി, 3 സ്പൂൺ മതിയാവും. അപ്പോൾ അത് ഒഴിച്ചിട്ട് ബാക്കിയുള്ളത് ഞാനവിടെ സൈഡിലൊക്കെ ഞാൻ ശരിക്കും പറ്റി പിടിച്ചിരിക്കുന്നുണ്ടായിരുന്നു. കുറച്ച് ആദ്യം തിളപ്പിച്ചപ്പോൾ കുറച്ച് വറ്റിപ്പോയായിരുന്നു. അപ്പോൾ ആ സൈഡിലൊക്കെ ഇത് ഒഴിച്ചു കൊടുത്തൊന്ന് ലിക്വിഡ് ഫോമിലേക്ക് ആക്കുവാണ്. അപ്പോൾ ഇനി നമുക്കിതിനകത്തേക്ക് വേണ്ടത് നെയ്യാണ്. അപ്പോൾ നമ്മുടെ നാച്ചുറലായിട്ടുള്ള നെയ്യ് നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുമെങ്കിൽ അതോ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ കയ്യിൽ യൂസ് ചെയ്യുന്ന ഏതാണോ അതെടുത്തിട്ട് ഒരു സ്പൂൺ ഒഴിച്ചു കൊടുക്കുക. 1 സ്പൂൺ മതിയാവും. ഇപ്പോൾ ഈ ഒരു കണ്ടൻറ്റിന് 1 സ്പൂൺ ധാരാളമാണ്. അപ്പോൾ അത് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇളക്കുക. അപ്പോൾ സാധാരണ രീതിയിൽ ഇപ്പോൾ അത് രണ്ടും കൂടെ മിക്സ് ചെയ്താൽ തന്നെ ഇപ്പോൾ നെയ്യും ഈ ബീട്രൂട്ട് എസൻസും കൂടെ മിക്സ് ചെയ്താൽ തന്നെ അത്യാവശ്യം നമുക്ക് കിട്ടും. പിന്നെ ഞാൻ അലോവേരയും കൂടി ആഡ് ചെയ്തത് ആ ഒരു സ്കിന്നിൻ്റെ ഇപ്പോൾ മഞ്ഞുകാലത്തൊക്കെ ആകുമ്പോഴേക്കും ആ ഒരു റഫ്നെസ്സൊക്കെ മാറാനായിട്ട് അലോവേര നല്ലതാണ്. അപ്പോൾ അതുകൊണ്ടാണ് അതും കൂടെ ചേർത്തത്. അപ്പോൾ അതും കൂടെ ചേർക്കുമ്പോൾ കുറച്ചും കൂടെ ലിക്വിഡ് ഫോമിൽ നമുക്ക് കിട്ടും. അത് കുഴപ്പമൊന്നുമില്ല. അത് നമ്മൾ ബാക്കിയുള്ള രീതിയിൽ ബാക്കിയുള്ള പ്രോസസ്സ് കാര്യങ്ങൾ ചെയ്യുമ്പോഴേക്കും അത് കറക്റ്റ് ലിപ് ബാമിൻ്റെ ആ രീതിയിലേക്ക് വരും. ഞാനിപ്പോൾ ബാക്കിയുള്ളത് എടുത്തിരിക്കുന്നത് നമുക്ക് കിട്ടിയിരിക്കുന്ന ആ എസൻസ് അത്രയും ഒരു ചെറിയൊരു ഡപ്പയിൽ വെച്ചേക്കുവാണ് ആ ഒരു കണ്ടൻറ്റ്. ഇനി നമുക്കത് ഒന്ന് റെഫ്രിജറേറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഒരു 1 hour വെച്ചാൽ മതി. അപ്പോൾ നമ്മളതൊന്ന് ഫ്രീസ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ കുറച്ചും കൂടെ നമുക്ക് ആദ്യം ഉണ്ടായിരുന്ന ലിക്വിഡ് ഫോം മാറിയിട്ട് കുറച്ച് അത്യാവശ്യം കട്ടിയായിട്ട് തന്നെ കിട്ടും നമുക്കത്. ഇനി നമുക്കത് കയ്യിലൊന്ന് അപ്ലൈ ചെയ്ത് നോക്കണമെങ്കിൽ നോക്കാം. ആ ഒരു രീതിയിൽ ആ ഒരു സ്കിൻ ടോണിൽ കറക്റ്റായിട്ട് ആ ഒരു കളർ കണ്ടോ, അതിൻ്റെ കളർ തന്നെ നല്ല ഡീപ്പായിട്ടുള്ള കളറാണ് കിട്ടിയേക്കണേ. അപ്പോൾ ഈ മഞ്ഞുകാലത്ത് നമുക്ക് ലിപ്പിലാണെങ്കിലും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്കൊക്കെ ഇതൊരു നല്ല സൊല്യൂഷനായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഈവൻ നമുക്ക് കുട്ടികൾക്ക് പോലും കൊടുക്കാം. നിങ്ങൾക്ക് വീട്ടിൽ ഇതുപോലെ ഏതെങ്കിലും സ്കിൻ പ്രൊഡക്ട്സ് DIY ആയിട്ട് ചെയ്യാനായിട്ട് ഹോം മെയ്ഡായിട്ട് ചെയ്യാനായിട്ട് അറിയാമെന്നുണ്ടെങ്കിൽ ഏതാണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ പറയാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.